വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഗോവയിൽ കറങ്ങാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈസിയായി ഗോവയിലെത്താം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഗോവ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം, അതായത് നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം. കാരണം ഗോവ എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, നോർത്ത് ഗോവ ആൻഡ് സൗത്ത് ഗോവ. നമ്മൾ ഗോവയ്ക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീർച്ചപ്പെടുത്തുക. അതായത് നോർത്ത് ഗോവയിലാണോ അതോ സൗത്ത് ഗോവയിലാണോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം രണ്ടും ചെറിയൊരു സ്റ്റേറ്റ് ആണെങ്കിൽ പോലും രണ്ട് അറ്റത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം പ്ലാൻ ചെയ്യണം. ഇനി രണ്ട് സൈഡും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ബജറ്റാണ്. അതായത് നമ്മൾ ഒരു ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ബജറ്റ്, ആ ബജറ്റ് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ നോർത്ത് ഗോവയിൽ പോകണോ സൗത്ത് ഗോവയിൽ പോകണോ എന്ന് തീരുമാനിക്കാൻ. കാരണം നമ്മളുടെ ബജറ്റ് കണ്ടാൽ തന്നെ നമുക്ക് നോർത്തിൽ പോകണോ സൗത്തിൽ പോകണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറയാം. ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഗോവ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സൈഡാണുള്ളത്. നോർത്ത് ഗോവയെ അപേക്ഷിച്ച് വളരെ ശാന്തവും സുന്ദരമായ ഒരു പ്രകൃതിയായിരിക്കും നിങ്ങൾക്ക് സൗത്ത് ഗോവയിൽ കാണാൻ പറ്റുക. എക്സ്പെൻസീവ് സൈഡ് ആയതുകൊണ്ട് തന്നെ സൗത്ത് ഗോവയിൽ തിരക്കും വളരെ കുറവായിരിക്കും. ഫേമസ് ആയ പാലോലം ബീച്ച് സൗത്ത് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നിങ്ങൾ സൗത്ത് ഗോവയിലേക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് ട്രെയിൻ വഴി സാൻകോന, ശരിക്കും പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് എനിക്കറിയില്ല, CANACONA, അതാണ് ശരിക്കുള്ള സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ അവിടെയായിരിക്കണം നിങ്ങൾ ഇറങ്ങേണ്ടത്. സൗത്ത് ഗോവയാണ് നിങ്ങൾ ആദ്യം വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇനി നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നോർത്ത് ഗോവയിലാണെങ്കിൽ കേരളത്തിൽ നിന്ന് TVM എന്ന സ്റ്റേഷനിലാണ് നിങ്ങൾ ഇറങ്ങേണ്ടത്. സൗത്ത് ഗോവയെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറവും തിരക്ക് കൂടുതലുമായ ഒരു സൈഡാണ് നോർത്ത് ഗോവ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ബീച്ച് എന്ന് പറയുന്നത് ബാഗ ബീച്ച്, കലംഗുട്ട് ബീച്ച് എന്നിവയാണ്. ഇനി നിങ്ങൾ രണ്ട് സൈഡും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് വരിക. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡും പോയി കറങ്ങാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, കാരണം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അട്രാക്ഷൻസ് ഇൻ ഗോവ എന്ന് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ അതനുസരിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടിയിലധികം ആയിരിക്കും. കാരണം ഗോവ എന്ന് പറയുന്നത് ചെറിയൊരു സ്റ്റേറ്റ് ആണെങ്കിൽ പോലും ദൂരം നല്ലവണ്ണം ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ടാക്സി വിളിക്കുകയാണെങ്കിൽ നല്ല ചാർജ് ആയിരിക്കും അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയുക. ഗോവയിൽ പിന്നെ ഊബർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർ പറയുന്ന ചാർജ് കൊടുക്കാൻ തന്നെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നന്നായി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഗോവയിൽ വരിക. പിന്നെ ഗോവയിലത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിലവെന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഫുഡിനായിരിക്കും. കാരണം നിങ്ങൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു 400-500 രൂപയ്ക്ക് കഴിക്കുന്ന ഫുഡ് നിങ്ങൾ ഗോവയിൽ പോയി ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷാക്കിൽ കയറി കഴിക്കുകയാണെങ്കിൽ ഒരു 1000-ന് മുകളിൽ എന്തായിരിക്കും ഫുഡിനായിരിക്കും. അപ്പോൾ ഗോവയിലെ ഏറ്റവും ചിലവ് കൂടിയ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ അവിടുന്ന് കഴിക്കുന്ന ഫുഡായിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റേ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ റൂമായിരിക്കും. എപ്പോഴും ഓയോ, മേക്ക് മൈ ട്രിപ്പ് തുടങ്ങിയ ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ റൂം ബുക്ക് ചെയ്തിട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളൊരു ഹോട്ടലിൽ ചെന്നിട്ട് റൂം എടുക്കുകയാണെങ്കിൽ ഈ ഓൺലൈൻ വഴി എടുക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും അവരവിടെ ചാർജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് ഇൻഫർമേഷൻ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.